രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഗി. അവതരണം അഷിക. നിനക്കുള്ള പണി ഞാൻ ഒരുക്കുന്നുണ്ട് കൃഷ്ണ. ഇനി ഒരിക്കലും മറക്കാൻ പറ്റാത്തത്. കോള് കട്ട് ചെയ്തുകൊണ്ട് അവൾ പുലമ്പി. അച്ചു കിച്ചുയുടെ മുറിയിൽ നിന്നും തന്റെ മുറിയിലേക്ക് വന്നു. അപ്പോൾ അവൾ കണ്ടത് ഐഷു എന്തോ തിരയുന്നതാണ്. ഐഷു, നീ എന്താ ഈ കാണിക്കുന്നേ? അതൊന്നുമില്ലടി, ഞാൻ വന്നപ്പോ എന്റെ കയ്യിൽ ഒരു ബ്ലേസ്ലൈറ്റ് ഉണ്ടായിരുന്നു, അത് കാണില്ലടി. അതെവിടെ പോയി നോക്കുക? ഞാൻ ഇവിടെയൊക്കെ നോക്കി, ഇന്നലെ മുതൽ കാണുന്നില്ല. ആണോ? അയ്യോ ഇടി, അത് കൃഷ്ണച്ചന്റെ ഈ ബർത്ത്ഡേക്ക് വന്നതല്ലേ? അതേടാ, ഞാൻ അതാണ് ഈ നോക്കുന്നത്. എടി, നീ ഇന്നലെ സാറിന് റൂമിൽ പോയില്ലേ? ഇനി അവിടെ ഉണ്ടാവോ? അച്ഛൻ പറഞ്ഞത് ഐഷു ഒന്ന് ഞെട്ടി. എന്റെ മുരുക, ഞാനിനി വീണ്ടും അങ്ങോട്ട് പോണോ? എന്ത് ചെയ്യും? എന്താടാ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ലടി, ഞാനത് ഓർത്തില്ല. അതാ, നമുക്കൊന്ന് നോക്കിട്ട് വരാം. രണ്ടും കൂടി ധ്രുവിന്റെ റൂമിലേക്ക് നടന്നു. എന്താ? ധ്രുവ് ചോദിച്ചത്. ഐഷു എന്തു പറയുന്നായി. അത് പിന്നെ എന്റെ ബ്രേസ്ലെറ്റ് കാണാതെ പോയി, അത് ഇവിടെ ഉണ്ടെന്ന് നോക്കാനാ. ഇവൾക്കിതെന്ത് പറ്റി? സാറിനെ കണ്ടപ്പോ മുതലൊരു വശപ്പശക് എന്തോ ഉണ്ടല്ലോ, കണ്ടുപിടിക്കണം. അച്ചു പറഞ്ഞുകൊണ്ട് ഐഷുവിനെ നോക്കി. അവിടെയാണെങ്കിൽ ചെറിയ വിറയലൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇടത്തേക്ക് നോക്കുന്നതും കാണാം. ഇവളെന്തിനാ ഈ അങ്ങോട്ട് നോക്കുന്നേ? അവിടെ എന്തെന്നാ? ഐഷു പേടിച്ചാണ് ഓരോന്നും ചോദിക്കുന്നത്. അത് കണ്ടപ്പോ തന്നെ അച്ചുവിന് സംശയം തോന്നി. എന്തായാലും അവള് തന്നോട് പറയുമെന്ന് അവൾ വിശ്വസിച്ചു. ഇവിടെ ഇല്ല, ധ്രുവ് പറഞ്ഞത് മറുത്തൊന്നും പറയാതെ ഐഷു അച്ചുവിന്റെ കൈയും പിടിച്ച് അവിടെ നിന്നിറങ്ങി. അല്ല, ഓടിയെന്ന് വേണം പറയാൻ. എന്താ ഐഷു, നിനക്കൊരു പേടി പോലെ? മുറിയിലെത്തിയ അച്ചു ഐഷുവിനോട് ചോദിച്ചു. ഐഷു ഒന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടതും അച്ചു ശ്വാസം പോലെ കൊടുക്കാൻ മറന്നുപോയി. അച്ചു, അച്ചു, എന്റെ മുരുക തട്ടിപ്പോയാ? അച്ചു വിളിച്ചിട്ട് അനക്കമൊന്നുമില്ലെന്ന് പറഞ്ഞ ഐഷു അവളെ കുലുക്കി വിളിച്ചു. പേടിപ്പിച്ച് കളഞ്ഞില്ലടി പട്ടി, ഐഷു ദേഷ്യത്തോടെ പറഞ്ഞു. അത് പെട്ടെന്ന് കേട്ടപ്പോ ഇളിക്കണ്ട. അല്ല, നീ പോയിട്ട് എന്താ സംഭവിച്ചേ? ദശ ചെയ്തതെല്ലാം പറഞ്ഞത്. ഐഷു, ഇതൊക്കെ ഞാൻ നേരത്തെ വിചാരിച്ചതാ എന്ന ഭാവമായിരുന്നു ഐഷുവിന്. എടി അച്ചു, എനിക്ക് തോന്നുന്നു ഈ ചേട്ടനുമായും ഭ്രാന്താണെന്ന്. എന്താ നിന്റെ അഭിപ്രായം? ഇനി ഇല്ലെങ്കിൽ ആരെങ്കിലും കഴുകനേക്ക് മുറിയിൽ വളർത്തുമോ? അതുമല്ല, ഇപ്പൊ നിന്നെ കൊല്ലാനും നോക്കി. ഇനി ഭ്രാന്ത് പൂത്തതാണോ എന്നാണ് എന്റെ നിഗമനം. നീ എന്തു പറയുന്നു? അച്ചുവിൽ നിന്നും മറുപടിയില്ലെന്ന് കണ്ടത് ഐഷു പിറകിലേക്ക് നോക്കി. ആഹാ, അടിപൊളി, ഇന്നെന്നെ മുകളിലേക്ക് എടുത്തു. മുരുക, നീയേ തുണ. അവൾ അവിടെ നിൽക്കുന്നവനെ നോക്കി ചിരിച്ച്. എല്ലാം കേട്ട് കാണൂ? കേട്ടിട്ടുണ്ട്. ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ എനിക്കറിയാം. ഇന്ന് എനിക്ക് വേണ്ടി ഒരു കുഴി എടുക്കേണ്ടി വരും. അച്ചുവാണേ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലടി. എന്നെ എക്സ്പ്രഷൻ ആയിട്ട് നിൽക്കുവാണ്. അവൻ അവളെ നോക്കിയതും അവൾ ഒന്നുമില്ലെന്ന് ചുവൽകൂച്ചി. ബാബി താഴെ അന്വേഷിക്കുന്നുണ്ട്, ചെല്ല്. അല്ല, അത് പിന്നെ ഐഷു. ബാബി ചെല്ല്, കൂട്ടുകാരിയുടെ സംശയം ഞാൻ ഇപ്പൊ തന്നെ തീർത്തു കൊടുത്തോളാം. അച്ചു തലയാട്ടി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയത് ആ ഡോർ ക്ലോസ് ആയി. അച്ചു പോയതും അവൻ ആ ഡോർ ക്ലോസ് ചെയ്തു. നിനക്കെന്താ സംശയം? എനിക്ക് കേട്ടിരുന്നു. ആർ യു ക്രേസി? അവൻ അവൾക്ക് നേരെ നടന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, അത് ഞാനൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ആർക്കായാലും തോന്നില്ലേ? അല്ലാതെ ഞാൻ. ബാക്കി പറയും മുന്നേ അവൻ അവളുടെ ചുണ്ട് കൂട്ടിപ്പിടിച്ചു. ഐഷു എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട്. എനിക്കൊരു സ്വഭാവമുണ്ട് മിസ് ഐശ്വര്യ. അവൾ എന്താണെന്ന പോലെ അവനെ ഉറ്റുനോക്കി. വേറൊന്നുമല്ല, ഒരാൾക്ക് സംശയം വന്നു അതങ്ങ് തീർത്തു കൊടുത്തിട്ടേ ഞാൻ അടങ്ങും. അവളെ നോക്കി ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവന്റെ ഭാവം മാറിയതും ഐഷു നിന്ന് വിറക്കാൻ തുടങ്ങി. ചുണ്ടു കൂട്ടിപ്പിടിച്ചിരിക്കുന്നതിനാൽ ഒന്നും പറയാനും സാധിക്കുന്നില്ല. അവൻ അവളിലേക്ക് ഒന്നും കൂടി ചാഞ്ഞുകൊണ്ട് ചെവിട്ടിൽ പറഞ്ഞു. ഞാനായി നിന്റെ സംശയം തീർത്ത പിന്നെ നീ ബാക്കിയുണ്ടാവില്ല. 2 ദിവസം ഫുൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. ഒന്ന് അനങ്ങാൻ പോലും വയ്യാത്ത വിധം നീ കിടക്കേണ്ടി വരും. എന്താ വേണോ? ചെവിയിലിറങ്ങി അവന്റെ ചുണ്ടിന്റെ തണുപ്പ്, കൂടെ നിശ്വാസവും, ഇന്നലെ കണ്ട ഭയവുമെല്ലാം അവളെ മറ്റൊരു ലോകത്തെത്തിച്ചിരുന്നു. ഒന്ന് വിറച്ചുപോയി അവൾ. അവൻ പറഞ്ഞതെല്ലാം അവൾക്ക് മനസ്സിലായില്ലെങ്കിലും അവന്റെ അടുത്ത പ്രവൃത്തിയിൽ അവൾ ഞെട്ടിത്തരിച്ചു. കൂട്ടിപ്പിടിച്ച ചുണ്ട് അവൻ അമർത്തി നുണയുകയാണ്. തള്ളവിരലും ചൂണ്ടുവിരലും അമർത്തി പുറത്തേക്ക് നീട്ടി വലിച്ചുകൊണ്ട് തന്റെ പല്ലിനാലും കടിച്ചു നുണഞ്ഞു.
വേദന എടുത്തുകൊണ്ട് അവൾ അവനെ തല്ലിമാറ്റാൻ നോക്കി. അവൻ ആ കൈകളെ പുറകിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലെ പിടിവിട്ട് ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തുടങ്ങി. അവളിൽ നിന്നും ഒരു മൂളൽ പുറത്തേക്ക് വന്നതും അവളെ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി ചുംബിച്ച്. അവളുടെ മാർദ്ദം അവന്റെ നെഞ്ചിൽ പതിഞ്ഞതും അവന്റെ കണ്ണുകൾ ഒന്ന് കുറുക്കിക്കൊണ്ട് പുറകിലെ കൈവിട്ട് അവളുടെ ഇടുപ്പിലേക്ക് കൈ ചേർത്തുകൊണ്ട് ചുംബിച്ചു. അച്ചു താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ, വാനരപ്പടകൾ ഉൾപ്പെടെ. ഐഷു വന്നില്ലേ മോളെ? അവൾ പോരും. ആ, എന്നാ കുട്ടിയും കൂടി വരട്ടെ, എന്നിട്ട് പറയാം. കുറച്ചു കഴിഞ്ഞതും ഐഷു ധ്രുവും വന്നു. ആ, എത്തിയല്ലോ. ഇനി കാര്യത്തിലേക്ക് അടക്കാം. അലോക് സംസാരത്തിന് തുടക്കം കുറിച്ചു. വിവാഹത്തിന് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റ് സൺഡേ, അതായത് അടുത്ത സൺഡേ. ഒരാഴ്ചയേ ഉള്ളൂ. ആർക്കെങ്കിലും എതിർപ്പുണ്ടേ പറയാം. അത് ആരുവിനെ നോക്കിയാണ് അവൻ പറഞ്ഞത്. പിന്നെ കെട്ട് കേരളത്തിലെ രീതിയിലും ചടങ്ങ് നമുക്ക് ഇവിടുത്തെ രീതിയിലും നടത്താം. എന്താച്ചാ അത് മതി. പിന്നെ എല്ലാരെയും വിളിക്കണ്ടേ? സഞ്ജു അവൻ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ, പിന്നെ കണ്ടതുമില്ല. അവനും കൂടി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അളിയനെ ഞാൻ വിളിച്ചിരുന്നു, മീറ്റിംഗ് ആയിട്ട് ദുബായി പോയേക്കുവാ. അത് കഴിഞ്ഞ് വരും. എന്നിട്ട് എന്താ അവൻ പറഞ്ഞത്? കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് വിളിച്ചതാ. അതാ പെട്ടെന്ന് പോയേണ്ടി വന്നത്. നമുക്ക് ധ്രുവിന്റെ കാര്യം കണ്ണന്റെ കൂടെ നടത്തിയാലോ? നരേന്ദ്രൻ ചോദിച്ചത്. അതാച്ചാ നല്ലത്. രണ്ടുപേരുടെ ഒരുമിച്ച് നടത്താം. ഞാൻ ആ കുട്ടിയുടെ വീട്ടിലൊന്ന് പറയട്ടെ, എന്നിട്ട് എന്താ തീരുമാനമെന്നറിയാലോ. എന്നാ ഇന്ന് വൈകുന്നേരം തന്നെ തിരിക്കേ. എന്നിട്ട് നമ്മുടെ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയിട്ട് നാളെ രാവിലെ വീട്ടിലേക്ക് വന്നാ മതി. ഐഷു ഇതെല്ലാം കേട്ടത് രൂപിനെ നോക്കി. അവിടെ യാതൊരു ഭാവമാറ്റവുമില്ല. പിന്നെ എന്തിനാ അങ്ങനെ എന്നോട് അങ്ങനെയൊക്കെ ചെയ്തേ? കണ്ണുകൾ നിറഞ്ഞു. പതിയെ കൈകൾ കൊണ്ട് തുളച്ചു. ആരെയും നോക്കാതെ അവൾ ഗാർഡനിലേക്ക് നടന്നു. വേറെ ആരും ശ്രദ്ധിച്ചില്ല. അച്ചു ഐഷിന്റെ മുഖഭാവം ശ്രദ്ധിച്ചിരുന്നു. എന്നാ അങ്ങനെ ചെയ്യാം അച്ഛാ. ഇച്ചു എല്ലാം റെഡിയാക്കി വെക്കും. ഹലോ കേട്ടാ? ഹലോ, നരേന്ദ്രൻ വിളിച്ചത്. ഹലോകൊന്ന് നിന്നു. എന്താച്ചാ? ഈ കുട്ടികളുടെ വീട്ടിൽ പറയണ്ടേ? വാഞ്ഞരപ്പടകളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ഞാൻ വിട്ടുപോയി. സോറി മക്കളെ. അയ്യോ സാർ, അതൊന്നും വേണ്ട, ഞങ്ങളുണ്ടല്ലോ, അത് മതി. വീട്ടിൽ നിന്നൊക്കെ ഇവിടെ വരികയെന്ന് പറഞ്ഞ മനു. ഓക്കെ, എന്നാ ഐശ്വര്യയുടെ വീട്ടിൽ എന്തായാലും വിളിക്കാം അല്ലേ അച്ഛാ? അതെ, അച്ഛമോളുടെ ബെസ്റ്റ് അല്ലേ, അപ്പൊ എന്തായാലും വിളിക്കണം. നീ അങ്ങോട്ട് തന്നെയല്ലേ പോണത്, അപ്പൊ നീ കയറി വിളിച്ചേരി. അങ്ങനെ ആവട്ടെ അച്ഛാ. ഐഷ് നേരെ ഗാർഡനിൽ പോയിരുന്നു. എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ ചെയ്ത്? ഇനി ഒന്നും വേണ്ട, അച്ഛൊന്നും അറിയാൻ വേണ്ട. കണ്ണുകളൊന്നും അമർത്തി തെളിച്ചുകൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു. തോളിൽ കരസ്പർശമേറ്റത് ഐഷ് മുഖം ഉയർത്തി നോക്കി. അച്ചുവിനെ കണ്ട നിറഞ്ഞ കണ്ണു അവൾ അമർത്തി തുടച്ചു. എന്താടാ? അച്ചു അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടു ചോദിച്ചു. ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ഓരോന്ന്. കള്ളം പറയല്ലേ, നീ കാര്യം പറയ്. എടാ, നിന്നെ പിരിയണോന്ന് നോക്കുമ്പോ ഒരു സങ്കടം. എനിക്ക് കാണാൻ സാധിക്കില്ലല്ലോ. ഐഷു അത്രയും പറഞ്ഞത് കരഞ്ഞു പോയിരുന്നു. അച്ചു വേഗം ഐഷുവിനെ കെട്ടിപ്പിടിച്ചു. അലോകും കൃഷ്ണയും വൈകുന്നേരം തന്നെ പുറപ്പെട്ടു. രാത്രിയോടുകൂടി അവർ ഗസ്റ്റ് ഹൗസിലെത്തി. അലോകിന്റെ ബിസിനസ് ഫ്രണ്ടിന്റെ മകളാണ് മൗനം. ദീപക്, മാലിനി ദമ്പതികളുടെ ഏകമകൾ. പഠിപ്പൊക്കെ കഴിഞ്ഞ് ഫാഷൻ ഡിസൈനറായി വർക്ക് ചെയ്യുന്നു. ദീപക് തന്നെയാണ് ധ്രുവിന് വേണ്ടി ബന്ധം കൊണ്ടുവന്നത്. മകന്റെ അഭിപ്രായം ചോദിച്ചത് ധ്രുവിന് എതിർപ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ ആ ബന്ധം ഒന്നുകൂടി ദൃഢമാകുകയും ചെയ്തു. രാവിലത്തെ പ്രാതൽ കഴിഞ്ഞ് ദീപകിന്റെ വീട്ടിലേക്ക് എത്തി. ഹലോ, നീ എന്താ ഒരു മുന്നറിയിപ്പും കൂടാതെ വന്നേ? പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ദീപു ചോദിച്ചു. വരേണ്ടി വന്നു ദീപു. അല്ല, ഞങ്ങൾ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? സോറിഡ, നിന്നെ കണ്ട സന്ദേശത്തില്. വരൂ. മാലു, ആരാ വന്നിരിക്കുന്നു നോക്കിയേ. ആരാ ദീപൂട്ടാ? അടുക്കളയിൽ നിന്നും ഒരു സ്ത്രീ ഹാളിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ആരെയാണ്? ഹലോ കേട്ടിനോ? വാ, ഇരിക്കേ. കൃഷ്ണേച്ചി ഇരിക്കേ. സുഖമാണോ? പിന്നെ സുഖമായിരിക്കുന്നു. ഞങ്ങൾ വന്നത് ധ്രുവിന്റെയും മൗനയുടെയും കാര്യം സംസാരിക്കാനാണ്. രണ്ടുപേരുടെയും മുഖം സംശയത്താൽ ചുളിഞ്ഞു. വേറൊന്നുമല്ലടാ, ദശന്റെ വിവാഹം നിശ്ചയിച്ചു. അപ്പൊ അവന്റെയും കൂടെ ധ്രുവിന്റെയും മൗനയുടെയും കൂടി നടത്താന്ന് വിചാരിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്താ? അതെന്നാ? അടുത്ത സൺഡേ. ഇന്നലെ പോയി നോക്കിച്ചു. അപ്പോഴാ പറഞ്ഞ എത്രയും വേഗം നടത്തണമെന്ന്. അല്ലാലോ, അടുത്ത സൺഡേ എന്ന് പറയുമ്പോ അത്ര പെട്ടെന്ന്? അത് പറഞ്ഞല്ലോ, മോളുടെ ജാതകത്തിൽ എന്തോ ദോഷമുണ്ട്. അത് ഈ കല്യാണത്തോടെ തീരുമെന്നാ പറഞ്ഞത്. നിനക്ക് താല്പര്യമില്ലേക്ക് നമുക്ക് വേറൊരു രീതി നോക്കാം. ഏയ്, അങ്ങനെയൊന്നുമില്ലടാ.
ഇത്ര പെട്ടെന്ന് കേട്ടപ്പോ ബന്ധുക്കളെയൊക്കെ വിളിക്കണ്ടേ? അതാ ഈ ഒരാഴ്ച കൊണ്ട് ആ ഒരു ഇതേ ഉള്ളൂ. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാ പോരെ? മോളും ഇല്ല, അവള് ബാംഗ്ലൂരാണ്. എന്നാ ഒരു കാര്യം ചെയ്യും, നാളെ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. തീരുമാനം എന്ത് തന്നെയായാലും. ഓക്കേടാ, ഇന്ന് ഇവിടെ തങ്ങിക്കൂടെ? ഇല്ലടാ, കുറച്ചു നേരം വിളിക്കാനുണ്ട്. ചെല്ലട്ടെ. ശരി, ബൈ മാലു. രണ്ടുപേരും യാത്ര പറഞ്ഞിറങ്ങി. അവിടെ നിന്ന് നേരെ ഐഷുവിന്റെ വീട്ടിലേക്കും പോയി. വരുണും ആരോഹിയും തങ്ങളുടെ രഥയാത്ര കഴിഞ്ഞ് കിടക്കുമ്പോഴാണ് ആരൂഷ് വിളിക്കുന്നത്. വരുൺ. യെസ് ഡിയർ. മമ്മയാ വിളിച്ചേ. അവിടെ കല്യാണക്കാരെയൊക്കെ തകൃതിയെ നടക്കുവാണെന്ന്. അതവിടെ നടക്കട്ടെ മൈ ഡിയർ. അവളുടെ മാറിലൊന്ന് മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. നെക്സ്റ്റ് സൺഡേ എന്ന് അമ്മ പറഞ്ഞത്. അവനൊന്ന് മൂളി അവളിൽ നിന്നും എഴുന്നേറ്റു. താഴെ കിടന്ന് 3/4 എടുത്തിട്ടുകൊണ്ട് ഒരു സിഗരറ്റ് കത്തിച്ച് ചുണ്ടിൽ വെച്ചു. എന്താ നിന്റെ പ്ലാൻ? സാറ്റർഡേ നൈറ്റ് ഞാൻ അവളെ പൊക്കും. ഇതന്നെ ഇവിടെ ഉണ്ടാവും. പിറ്റേന്ന് ഉണരുമ്പോ ഞാൻ കണ്ടതിൽ വെച്ച് നീയാണ് ഇനി എന്റെ പെണ്ണ് ഇവിടെ എന്റെ കാൽ കീഴിലുണ്ടാകും. രാവൊന്നോ രാത്രിയൊന്നും ഇല്ലാതെ നിന്നെ ഞാൻ പ്രാപിക്കും. മൈ ലിറ്റിൽ ഹണി. അച്ചുവിന്റെ ഫോട്ടോ മനസ്സിലേക്ക് ഓർത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ പോവാ. അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. അവൾ താഴെ കിടന്ന് ഉടുപ്പെടുത്തിട്ടുകൊണ്ട് പറഞ്ഞു. ഓക്കെ ബേബി. അവളുടെ ചുണ്ട് ഒന്നുകൂടി അമർത്തി മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇനി എന്നാ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുക? കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് വശ്യതയോട് ചോദിച്ചു. എപ്പോ വേണേലും വരാലോ. അവളും അതേ വശ്യതയോടെ അവനെ നോക്കി പറഞ്ഞു. വെയിറ്റിംഗ്. അവളുടെ മാറിലൊന്ന് അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞത് അവൾ എരിവൊലിച്ചു പോയി. നിനക്ക് ഇപ്പോഴും കൊതി തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. യെസ് ബേബി. ഇന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് കൂടി പോകാമായിരുന്നു. ഒറ്റക്കണ്ണിറക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഓക്കെ ബേബി, ബൈ. എനിക്ക് നിന്നെ ഇനി വേണ്ട രോഹിത്. നിന്നേക്കാൾ മുതൽ എന്റെ കയ്യിൽ കിടക്കാൻ പോവില്ല എന്റെ കനി. അച്ചുവിന്റെ മുഖം ആലോചിച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് കിടന്നു. ഐഷു അച്ചു വാഞ്ഞരപ്പടവുകളും എല്ലാം എഴുന്നേറ്റത് മുതൽ മൂഡ് ഓഫ് ആണ്. വേറൊന്നുമല്ല, അച്ചുവിന്റെ കല്യാണം എത്ര പെട്ടെന്ന് ഉണ്ടാവുമെന്ന് അവരും വിചാരിച്ചിരുന്നില്ല. എടി അച്ചു, നീ ഇനി ഞങ്ങളുടെ കൂടെ ഒരാഴ്ചയല്ലേ ഉണ്ടാകും? ഇതും കല്യാണം അല്ലേടി വരുന്നേ. ഇനി എന്തൊക്കെ എടുക്കാൻ കിടക്കുന്നു? ഡ്രസ് എടുക്കാം, ഓർണമെന്റ്സ് എടുക്കണം, മേക്കപ്പ് എല്ലാം. എന്നെ കൊണ്ട് വായിക്കാം. കലക്കും മറിയാമ. ഇവളെ കൊണ്ട്. മനു. 6 മണിയോടുകൂടി അലോകും കൃഷ്ണയും എത്തി. ദീപുവിനോടും മാലിനോടും സംസാരിച്ചോ? അലോകിനെ കണ്ട നരേന്ദ്രൻ ചോദിച്ചു. ഉപ്പച്ച, അവർക്ക് പെട്ടെന്ന് നടത്തുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. മോൾ അവിടെ ഇല്ലെന്ന് മോളോട് ചോദിച്ചിട്ടും പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വേഗം ഇങ്ങ് പോന്നു. അവരത് നിൽക്കാൻ അവരെ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു. അത് നന്നായി. ഐശ്വര്യ വീട്ടിൽ പറഞ്ഞോ? അവിടെ വിളിച്ചേ. ശനിയാഴ്ച എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നാളെ സൺഡേ അല്ലേ? നാളെ പോയി കല്യാണം ഡ്രസ് എടുക്കട്ടെ. ആ കുട്ടികളുണ്ടല്ലോ, അപ്പൊ എല്ലാവർക്കും ഡ്രസ് എടുക്കാം. പിറ്റേന്ന് ഗോൾഡ് കൊടുക്കാം. എന്താ, അങ്ങനെ പോരെ? മതിയച്ച. അക്ഷയുടെ തീരുമാനം പോലെ. എന്നാ നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് അവൾ വിളിച്ച് കാര്യം പറയും. ശരി വാങ്ങിച്ചു. കൃഷ്ണ ഫ്രഷായി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നു. ഇപ്പൊ നമ്മുടെ ഹാളിൽ അച്ചു, ഐഷു, പിന്നെ വാഞ്ഞരപ്പൻ, ആരുഷി, അഹു, മുത്തി, മുത്തു, ധ്രുവ് എന്നിവരുണ്ട്. ഉണ്ണി, കണ്ണൻ എന്തേ? ഏട്ടൻ പുറത്തേക്ക് പോയമ്മ. അവ വരുമ്പോ പറയണം. നാളെ എല്ലാവരും 10 മണിക്ക് റെഡിയായി നിൽക്കണം. എന്തിനാ ആന്റി? മറിയാമ്മ. നാളെ നമുക്ക് എല്ലാവർക്കും കല്യാണ ഡ്രസ് എടുക്കാൻ പോകുന്നുണ്ട്. അയ്യോ ആന്റി, അത് വേണ്ട, ഞങ്ങൾ എടുത്തോളാം. ഇവിടെ അങ്ങനെ ഒരു പതിവില്ല കിരൺ. എടുക്കുമ്പോ എല്ലാവർക്കും ഒരുമിച്ചെടുക്കും. കിരൺ പറഞ്ഞത് അതിന്റെ മറുപടി ഒന്നാണ് അലോക് പൂർത്തിയാക്കി. സോറി എങ്കിൽ. ഇറ്റ്സ് ഓക്കെ മോനെ. ലോകേട്ടൻ പറഞ്ഞത് എടുക്കുമ്പോ എല്ലാവരും ഓർമ്മിച്ചെടുക്കണം. അതിൽ വേർതിരിവൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ. എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചാണ് കിടക്കാൻ പോയത്. തുടരും.